വണ്ടികൾ സൂപ്പറായിട്ടുണ്ട്. കാരണം കേരളത്തിനെ സംബന്ധിച്ച് ഇത്രയും നവീനമായ കുറേ ബസ്സുകളുടെ ആവശ്യതകളുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി നിറവേറ്റിയിട്ടുണ്ട്. ഇനി ഇത് മുന്നോട്ട് ഇനിയും കുറച്ചുകൂടി ആധുനീകരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ. പി ഗണേഷ് കുമാറിനെ പോലൊരു മന്ത്രി ഓരോ വകുപ്പിലുണ്ടെങ്കിൽ കേരളം എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നാണ്. അപ്പോൾ ജനാധിപത്യ ഭരണം എന്ന് പറയുന്നത് ഇപ്പോൾ കെ പി ഗണേഷ് കുമാർ കാണിച്ച മാതിരിയാണ്. അപ്പം ഇനി വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഇത്ര മാത്രമേ ചോദിക്കുള്ളൂ, നിങ്ങളുടെ വകുപ്പും കൂടി നിങ്ങൾ ശരിയാക്കുക. കാരണം ജനങ്ങളോട് ഒരു 50% നീതി പാലിക്കുക. പക്ഷെ ബസ് അടിപൊളി, പക്ഷെ റോഡും കൂടി അടിപൊളിയാവണം. ബസ് ഗംഭീരം. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല KSRTCയിൽ നിന്നും ഇങ്ങനൊരു ബസ്സുകളൊക്കെ വരുമെന്നുള്ളത്. അത് നമ്മളിപ്പോൾ ഇന്ന് കണ്ടു. വളരെ നമ്മളെ ഈ ഫോറിനിലൊക്കെ കാണുന്ന ടൈപ്പ് ചില ബസ്സുകളും ഒക്കെ നിരത്തിലിറങ്ങുന്ന ഒരു വലിയ വർണ്ണശബളമായിട്ടുള്ള ബസ്സുകളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിളുമാണ്. ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. എന്തായാലും ഇതൊരു വലിയൊരു മാറ്റമായിരിക്കും. എൻ്റെ വീട് കണ്ണൂരാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ ഒരു ഫുൾ നൈറ്റിലാണ്. ബാത്റൂം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. നമ്മൾ ട്രെയിനിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ബാത്റൂം ഫെസിലിറ്റി മാത്രം ഓർത്തിട്ടാണ്. ബസ്സിൽ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇനി വേറെ ഒന്നും ആണല്ലേ, അത് ഉണ്ടായിരുന്നത് നന്നായിരുന്നു. അതും കൂടി ഒന്ന് അടുത്ത ഇനി അവർ എന്തായാലും നടക്കുകയല്ലേ, കണ്ടിന്യൂസ് വന്നുകൊണ്ടേ ഇരിക്കുന്നല്ലേ പറഞ്ഞു. അപ്പോൾ മാനുഫാക്ചറിങ് സ്ഥലത്തേക്ക് ഇൻഫോം ചെയ്തിട്ട് സാറിനോട് പറഞ്ഞിട്ട് അതും കൂടി ആക്കുകയാണെങ്കിൽ ലോങ് ഡ്രൈവിൽ നല്ല. നമ്മളെ മന്ത്രിയല്ലേ കെ വി ഗണേഷ് കുമാർ കൈവച്ച ഒന്നും പരാജയപ്പെട്ടിട്ടില്ല. നല്ല അടിപൊളി ഉഷാറായി കേട്ടോ. ഞങ്ങൾക്ക് നല്ല ഉന്മേഷം, ആവേശം, അഭിനന്ദനങ്ങൾ.